എക്സാലോജിക് വിവാദത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ പ്രതിഷേധം കടുപ്പിക്കും എന്ന വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രധാന വാർത്ത. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ SFIO അന്വേഷണം നിയമസഭയിൽ നിന്ന് അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനാണ് പ്രതിപക്ഷ നീക്കം. ഒപ്പം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ സുരക്ഷയിൽ സർക്കാർ കാണിക്കുന്ന ഗുരുതര അനാസ്ഥയും ശ്രദ്ധേയമാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ആദ്യം ഈ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമായേക്കും എന്നുള്ള വാർത്തയിലേക്കാണ് പോകേണ്ടത്. കാരണം എക്സാലോജിക് വിവാദത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ പ്രതിഷേധം കടുപ്പിക്കും എന്ന പ്രധാനപ്പെട്ട വാർത്തയാണല്ലോ. എന്താണ് വിശദാംശങ്ങൾ? ലക്ഷ്മി, എക്സാലോജിക് വിഷയം വീണ്ടും നിയമസഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. മാത്യു കുഴൽനാടൻ MLA ആണ് ഈ SFIOയുടെ അന്വേഷണം ഉത്തരവിട്ടതിന് ശേഷം വീണ്ടും ഈ വിഷയം വീണ്ടും നിയമസഭയിലേക്ക് ഉന്നയിക്കുന്നത്. അതായത് നേരത്തെയും ഈ സമ്മേളനത്തിൽ 15ാം കേരള നിയമസഭയുടെ 10ാമത് സമ്മേളനത്തിലും ഈ വിഷയം ഉന്നയിച്ചിരുന്നു. അതിന് മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞത് തൻ്റെ കൈകൾ ശുദ്ധമാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായി. താൻ ശുദ്ധനാണ്, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് ഈ മകൾ കമ്പനി തുറക്കുന്നത് നടക്കാനുള്ള ഒരു വിശദീകരണം മുഖ്യമന്ത്രി നൽകിയിരുന്നു. അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ ഇത്തരത്തിലൊരു SFIOയുടെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. ആ ഉത്തരവിട്ടതിന് ശേഷമാണ് വീണ്ടും പ്രതിപക്ഷം ഈ വിഷയം കടുപ്പിക്കാനൊരുങ്ങുന്നത്. നിയമസഭയിലേക്ക് വീണ്ടും ഇത് അവതരിപ്പിക്കാനൊരുങ്ങുമ്പോൾ അതിന് കൂടുതൽ ഒരു പ്രതിഷേധങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവരുമ്പോൾ അനുമതി നൽകുമോ ഇല്ലയോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഈ നിയമസഭയുടെ നമ്മൾ പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടാകുന്ന നിയമസഭയുടെ സമ്മേളനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ സർക്കാരിനെ പ്രതിരോധിക്കുന്ന വിഷയങ്ങളിലൊന്നും അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടില്ല. നേരത്തെ കഴിഞ്ഞ സമ്മേളനത്തിലായാലും ശരി, ഈ സമ്മേളനത്തിലായാലും ശരി, അത്തരം വിഷയങ്ങൾക്ക് അനുമതി നൽകാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേ സാഹചര്യം തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മാത്യു കുഴൽനാടൻ MLA ആണ് ഇത് വിഷയം അടിയന്തര പ്രമേയമായി ഉന്നയിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അത് കൂടുതൽ സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതിപക്ഷം വക്കൗട്ട് അടക്കം നടത്തുവാനുള്ളൊരു സാഹചര്യവും ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയം സഭയിലേക്ക് വീണ്ടും വരുമ്പോൾ അത് വലിയ ഒരു വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും. ഈ മുഖ്യമന്ത്രി എന്തായിരിക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കുക എന്നതടക്കമാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. അതായത് വളരെ ഇത്തരത്തിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ വിജയൻ്റെ ഈ കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ ഒരു ഇന്ററിം സെറ്റ് ബോർഡിൽ വന്നിരിക്കുന്ന ഈ ഒരു വിഷയത്തിൽ അതിനെ പ്രതിരോധിക്കുന്നൊരു സമീപനമാണ് ഇതുവരെ CPM-ൻ്റെ ഭാഗത്തുണ്ടായത്. എന്നാൽ അത്തരം ഒരു പ്രതിരോധം നടക്കുമ്പോഴും ഇതിൻ്റെ അന്വേഷണം അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു നിലയിലേക്ക് ഈ അന്വേഷണം മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതിൽ ഒരു കുറ്റം നിലനിന്നിട്ടുണ്ടല്ലോ, നടക്കുന്നു എന്നടക്കമുള്ളതിൻ്റെ തെളിവുകൾ വീണ്ടും വീണ്ടും പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ SIFO-ക്ക് ഒരു അന്വേഷണത്തിലേക്ക് കൈമാറുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായത്. അതായത് നമുക്കറിയാം, ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ ഏറ്റവും ഉന്നത അന്വേഷണ സമിതിയാണ് ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിന് നടത്തുവാനുള്ള ഒരു ഉത്തരവ് കൂടി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ തള്ളിക്കളയാനാവാത്തൊരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി ഇനി പ്രതിരോധിക്കുമ്പോഴും എത്ര കണ്ട് ആ പ്രതിരോധം ഫലവത്താകും എന്നതിനടക്കം ആണ് ഇപ്പോൾ ഏവരും നോക്കിക്കാണുന്നത്. നിരന്തരം ഇത്തരത്തിൽ പ്രതിരോധം നടക്കുമ്പോഴും അന്വേഷണം ഇത്തരത്തിലൊരു മന്ത്രാലയത്തിന് തന്നെ ഉന്നതാധികാര സമിതി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഈ വിഷയം മാത്യു കുഴൽനാടൻ MLA സഭയിലേക്ക് ഉന്നയിക്കും എന്ന് അടിയന്തര പ്രമേയമായിട്ടാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. വലിയ ഒരു വാദപ്രതിവാദങ്ങൾ സഭയിൽ ഉണ്ടാകും. കാരണം മാത്യു കുഴൽനാടനെ സംബന്ധിച്ച് ഒരു മധുര പ്രതികാരം പറയണം. കാരണം മാസപ്പടി വിവാദം ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ നമുക്ക് മാത്യു കുഴൽനാടനെതിരെ സർക്കാർ എടുത്ത ചില നീക്കങ്ങൾ, അത് എന്ത് തന്നെ ആയാലും ഈ സഭാരേഖകൾ പോലും മാത്യു കുഴൽനാടൻ പ്രശാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ്. ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ സഭാരേഖകൾ പോലും അത് ഉൾപ്പെടുത്താൻ സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞതുപോലെയാണ്, കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഏറ്റവും ഉയർന്ന അന്വേഷണം SFIO അന്വേഷണത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി അവരുടെ ഒരു അന്വേഷണ പരിധിയിലേക്ക് എത്തുമ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി തീർച്ചയായും കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് എല്ലാ അർഹതയുമുണ്ട്. പക്ഷേ അതിനെ ഭരണപക്ഷം എങ്ങനെ പ്രതിരോധിക്കും, സഭ എത്രത്തോളം അങ്ങനെയാണെങ്കിൽ പ്രക്ഷുബ്ധമാകുമെന്നാണ് അറിയേണ്ടത്. കാരണം CPM കേന്ദ്ര നേതൃത്വം പോലും ഒരു പക്ഷേ ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ മറുപടി പോലും CPM കേന്ദ്ര നേതൃത്വം പോലും ഇത് അവഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിന് തീർച്ചയായും ഇത് സഭയെ കൊണ്ടുവന്നേ സാധിക്കുകയുള്ളൂ താനും.
എക്സാലോജിക് വിവാദത്തിൽ പ്രതിപക്ഷ നിയമസഭയിൽ പ്രതിഷേധം കടുപ്പിക്കും എന്ന വാർത്ത തന്നെയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ SFI അന്വേഷണമെന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഏറ്റവും ഉയർന്ന അന്വേഷണമായ SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജി കമ്പനിയെ പറ്റിയുള്ള അന്വേഷണം അത് 6 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തിപ്പെട്ടപ്പോൾ തീർച്ചയായും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ എക്സാലോജിക് വിവാദം പ്രതിപക്ഷ നിയമസഭയിൽ പ്രതിഷേധം ആ ഒരു വിഷയത്തിൽ കടുപ്പിക്കും എന്ന സൂചനകൾ തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ SFI അന്വേഷണം ഇന്ന് അടിയന്തര പ്രമേയമായി നിയമസഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതിനെ സർക്കാർ എത്രത്തോളം പ്രതിരോധിക്കും എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ സുരക്ഷയിൽ സർക്കാർ കാണിക്കുന്ന ഗുരുതര അനാസ്ഥയും ശ്രദ്ധേയമാണ്. അത് തീർച്ചയായിട്ടും സർക്കാർ അതിനെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ പോലും കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കൊടുക്കുന്നു. മാത്രമല്ല, മരുന്നുകൾ ലഭ്യമാകുന്നില്ല. എത്രത്തോളം സ്ഥിതി ഭദ്രമാണ് എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞാലും സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വലിയ അനാസ്ഥയാണ്. പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി സർക്കാർ കടന്നു പോകുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സർക്കാർ ആശുപത്രികൾ അവിടെ ചെല്ലുന്ന രോഗികൾ അത് അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതും. പ്രശാന്തിലേക്ക് തിരിച്ചു പോകുകയാണ്. പ്രശാന്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പ്രത്യേകിച്ച് മാത്യു കുഴൽനാടൻ മുൻപ് ഈ മാസപ്പടി വിവാദമൊക്കെ സഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ സഭാരേഖകളിൽ പോലും അത് ഉൾപ്പെടുത്താത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഏറ്റവും ഉയർന്ന അന്വേഷണമായ SFIOയുടെ അന്വേഷണ പരിധിയിലേക്ക് എക്സാലോജിക് എത്തുമ്പോൾ തീർച്ചയായും സഭയിൽ ഇത് വലിയ രീതിയിലുള്ള വിഷയമാക്കാൻ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനാണല്ലോ ഇന്ന് പ്രതിപക്ഷത്തിന് നീക്കം. പക്ഷേ സർക്കാർ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ലക്ഷ്മി, തീർച്ചയായും സർക്കാർ ഇതിനൊരു പ്രതിരോധം ഏത് വിധത്തിൽ തീർക്കുമെന്നതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നമ്മൾ ആരാഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ അടക്കം പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ അടക്കമുള്ളവരുടെ പ്രതികരണം ആരാഞ്ഞപ്പോൾ പോലും ഇതിനോട് പ്രതികരിക്കാതെ പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതായത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനോട് പ്രതികരിച്ചപ്പോൾ അത് കഴിഞ്ഞു എന്ന രീതിയിൽ പ്രതികരണമുണ്ടായി. അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് ഇതിനെ പ്രതികരിക്കാതെ പോവുകയായിരുന്നു. ഇത്തരത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു ഇവർക്ക് ആർക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ കുറ്റം നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ അഴിമതി നിലനിൽക്കുന്നു എന്നതടക്കം ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നതാണ് ഇപ്പോൾ ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത്തരം ഒരു വിഷയം നിലനിൽക്കുന്നു എന്നത് വളരെ ഈ സഭയിലടക്കം പ്രതിരോധം തീർക്കുവാനൊരു സാഹചര്യമുണ്ട്. എന്തായാലും പ്രതിപക്ഷം ഇതിനുമായി ബന്ധപ്പെട്ടുള്ളൊരു അടിയന്തര പ്രമേയമായി വരുമ്പോൾ അതിനെ എങ്ങനെയായിരിക്കും മുഖ്യമന്ത്രി പ്രതിരോധിക്കുക എന്നതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത്തരത്തിലുള്ള സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഇത്തരത്തിൽ സർക്കാരിനെ പ്രതിരോധിക്കുന്ന സാഹചര്യങ്ങളിലൊന്നും അനുമതി നൽകിയ ഒരു ചരിത്രം ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ സഭയിലായാലും ശരി, നമുക്കറിയാം മാത്യു കുഴൽനാടൻ നിരവധി തവണ ഇത് ഉന്നയിക്കുമ്പോഴും അത് സഭാരേഖകളിൽ നിന്നടക്കം മാറ്റണം എന്ന രീതിയിൽ ഉള്ളൊരു നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്താണ്. സൂക്ഷ്മമായ വിമർശനങ്ങൾ കുഴൽനാടനെ നേരിടേണ്ടി വരികയും ഒക്കെ ചെയ്തിരുന്നു. വ്യക്തിപരമായ അത് ആക്രമണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം അതിൻ്റെ ഒരു ഇത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ നേരെ ഉണ്ടായ ആക്രമണങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അതിനൊരു പ്രതികാരം കൂടിയായിട്ടായിരിക്കും ഈ മാത്യു കുഴൽനാടൻ ഇത് സഭയിൽ അവതരിപ്പിക്കുക. എന്തായാലും അങ്ങനെ വരുമ്പോൾ ഇത് എത്തരത്തിലൊരു പ്രതിരോധമായിരിക്കും ഇതിനെ മുഖ്യമന്ത്രി സ്വീകരിക്കുക എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും ഇതിനെതിരെ ഇതിൽ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനൊരു ഈ അനുമതി കൊടുത്തുകൊണ്ടൊരു ചർച്ചയിലേക്ക് എന്തായാലും പോകുവാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അത് വലിയ പ്രക്ഷോഭം സഭയിൽ തന്നെ ഉണ്ടാകുകയും ചെയ്യും. അത് പ്രതിപക്ഷ ബഹളത്തിന് കാരണമാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്.